പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഈ മനംമാറ്റത്തിന് പിന്നിൽ, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആ വാർത്ത അവരിൽ നിന്നും നിങ്ങൾക്ക് ഉടൻ എത്തും അല്ലെങ്കിൽ നിങ്ങൾ ഉടൻ അറിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. അതിനു മുമ്പ് ഇതൊരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല, പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് എംബ്രാസ് എന്ന കാർഡാണ്. മനസ്സ് ഇപ്പോൾ വ്യാകുലപ്പെടുകയല്ല വേണ്ടത്. മനസ്സ് ഏറ്റവും നല്ല ചിന്തയുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആ വ്യക്തിയുടെ മനംമാറ്റം എന്തുമായാലും, ആ വ്യക്തിയുടെ മനസ്സ് ഏതൊക്കെ ദിശയിലേക്ക് മാറിയാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കേണ്ട അവസ്ഥയാണ്. വളർച്ചയും സമൃദ്ധിയും നന്മയും നിങ്ങളിലേക്ക് വരുന്ന, നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഈ സാഹചര്യത്തിൽ മനസ്സിനെ ശാന്തമാക്കി നിർത്തുക. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകുന്ന മനംമാറ്റത്തെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട സമയമല്ല. അങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യവും നിങ്ങൾക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ആത്മവിശ്വാസം വീണ്ടെടുക്കുമ്പോൾ ആ വ്യക്തിയിൽ പൂർണ്ണമായി മാറ്റം ഉണ്ടാവും. ആ മാറ്റം ശുഭവാർത്തയായി നിങ്ങൾക്കറിയാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ വരുന്ന ശുഭവാർത്തയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഗതി മാറ്റുന്നത്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആത്മവിശ്വാസവും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ധൈര്യവും അതിലേക്ക് എത്തപ്പെടുകയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ വ്യക്തിയുടെ മനംമാറ്റത്തിന് പിന്നിലുള്ള കാരണവും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടായ വിഭിന്ന ചിന്തയും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിലൂടെ അറിയാൻ കഴിയുമോ, തിരുത്താൻ കഴിയും. അടുത്ത കാർഡ് 4 ഓഫ് സോർഡ് ആണ്. 4 വാളുകളാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനംമാറ്റത്തിന്, മൗനത്തിന് പിന്നിൽ ആ വ്യക്തി വിശ്രമിക്കുകയാണ്. എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ചിന്ത ആ വ്യക്തിയെ അലട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ആശയക്കുഴപ്പങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ്. ആശയക്കുഴപ്പം ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ആ വ്യക്തിക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, വ്യക്തമായൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആ വ്യക്തി തനിക്ക് വിശ്രമമാണ് ആവശ്യമെന്നുള്ള നിലയിലേക്ക് വരുന്നു. തൻ്റെ വിശ്രമം കൃത്യമായി തനിക്ക് വേണമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി പറയാൻ മടിക്കുന്നത്. കഴിഞ്ഞ സംഭവങ്ങളും ഇനിയുള്ള സംഭവങ്ങളും ഒക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറി മറിയുമ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടത്, താൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നുള്ള ഒരാശയക്കുഴപ്പം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളോട് ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെന്നും നിങ്ങളെ കൈയൊഴിയണമെന്നും നിങ്ങളെ വിശ്വസിക്കരുതെന്നും ചിലർ ആ വ്യക്തിയോട് ഉപദേശിക്കുന്നു. അത്തരം ഉപദേശങ്ങൾ ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്തരം ഉപദേശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കൃത്യമായി അങ്ങനെ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ നിലപാടുകൾ ആ വ്യക്തിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമോ, ഏതെങ്കിലും നിലപാടുകൾ ആ വ്യക്തിയെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ അകപ്പെടുത്തുമോ എന്നുള്ള ചിന്ത ആ വ്യക്തിക്കുണ്ട്. മനസ്സ് തുറന്ന് നിങ്ങളെ സ്നേഹിക്കാൻ ചില കാര്യങ്ങൾ അനുവദിക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തി എടുക്കുന്ന തീരുമാനം അവസാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ആ വ്യക്തി ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. ആര് പറയണതാണ് ശരി, ആര് പറയണതാണ് തെറ്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവസാനം ആ വ്യക്തി എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത്, അതായത് ആ വ്യക്തിയിൽ നിന്നുള്ള ശുഭവാർത്ത നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് ഇനി നടക്കുന്നത്. നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച് നടന്ന ഒരു മോഹം, അത് ആ വ്യക്തി അംഗീകരിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മൗനം നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. കാരണം ആ വ്യക്തി ഇതിനെ അംഗീകരിക്കില്ലെന്നോ ആ വ്യക്തി ഇതിനെ പിന്തുണയ്ക്കില്ലെന്നോ ഒക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി
നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ജീവിതം നൽകാൻ ആ വ്യക്തി തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാകുന്നു. ആ വ്യക്തി കൃത്യമായി ഒരു തീരുമാനം എടുക്കുകയും ആ വ്യക്തിയുടെ പരിശ്രമങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്നുള്ള സത്യം നിങ്ങളറിയുന്നു. വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതഗതിയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചടികളുണ്ടായിരുന്നു, ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിലും ഉപരി നിങ്ങളാണ് പ്രിയപ്പെട്ടത്, എല്ലാത്തിലും ഉപരി നിങ്ങളാണ് പ്രിയപ്പെട്ടത്, വലുത്, നിങ്ങളാണ് വിശ്വസിക്കാൻ കഴിയുന്നതെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. ആ വ്യക്തിയുടെ മനംമാറ്റം മാറുന്നു. ആ വ്യക്തിയുടെ മനംമാറ്റത്തിന് പിന്നിൽ എന്തായിരുന്നുവോ അതെല്ലാം മാറി ആ വ്യക്തിയും നിങ്ങളും കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളെ ലഭിക്കുന്നതിനുള്ള ഒരു ശൈലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.